മാനവ കാരുണ്യത്തിന് കൈത്താങ്ങ്. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 815ാമത് കിറ്റ് വിതരണത്തിന് ചേലക്കരയിൽ തുടക്കം. മനുഷ്യാവകാശ സംരക്ഷണ രംഗത്തും ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലും ശ്രദ്ധേയമായ സേവനം അനുഷ്ഠിച്ചു വരുന്ന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയും അതിനു കീഴിൽ പ്രവർത്തിക്കുന്ന HROCS ഗ്ലോബൽ ട്രസ്റ്റും സംയുക്തമായി നടത്തുന്ന പ്രതിമാസ കിറ്റ് വിതരണത്തിന്റെ 815ാമത് എഡിഷന് തുടക്കമായി. ക്രിസ്തുമസ് പ്രമാണിച്ച് സംഘടിപ്പിച്ച കിറ്റ് വിതരണ ഉദ്ഘാടനം ചേലക്കരയിലെ നാഷണൽ ഓഫീസ് പരിസരത്ത് വെച്ച് ഇന്റർനാഷണൽ ചെയർമാൻ അംബാസഡർ ഡോക്ടർ മുസ്തഫ പട്ടാമ്പി നിർവഹിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന 815ാമത്തെ കിറ്റ് വിതരണമാണ് ഇന്ന് ഇവിടെ ചേലക്കര മേഖലയിൽ നടന്നു വരുന്നത്. ഈ സമയം ജനസേവനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന HROCS 28 സ്റ്റേറ്റുകളിലും അതിമഹത്തായ മനോഹരമായ രീതിയിൽ തന്നെ ജനസേവനം ചെയ്തു വരുന്നു. ഇപ്പോൾ വരുന്ന ക്രിസ്മസിന് വേണ്ടി നമ്മൾ ഈ കിറ്റ് ഇവിടെ വിതരണം ചെയ്യുകയാണ്. ഇതുപോലെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ തമിഴ്നാട്ടിലും വലിയ പരിപാടികളൊക്കെ ചെയ്തു വന്നു. അതേപോലെ കർണാടകയിലും നമ്മൾ ഇതുപോലെ പദ്ധതികൾ ചെയ്തു വന്നു. അങ്ങനെ 28 സ്റ്റേറ്റുകളിലും സജീവമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നമുക്ക് നമ്മുടെ HROCSന്റെ കുടുംബാംഗങ്ങളെല്ലാവരും ചേർന്ന് അതിമഹത്തായ രീതിയിൽ തന്നെ എല്ലാ മാസവും നമ്മളിത് കൊടുത്തു വരുന്നു. പാവപ്പെട്ട താഴെത്തട്ടിൽ കിടക്കുന്ന നിഷ്കളങ്കമായ അവകാശികൾക്ക് എല്ലാ മാസവും കൊടുത്തു വരുന്ന അരിയാണ് ഇപ്രാവശ്യവും നമ്മൾ കൊടുക്കുന്നത്. മനുഷ്യാവകാശ ലംഘനത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ ഓഫീസ് ഏതാണ്ടും 10 വർഷക്കാലമായി തൃശ്ശൂർ മേഖലയിൽ മാത്രം ജനങ്ങളെ സേവിച്ചും കൊണ്ട് 14 ജില്ലകളിലും സജീവമായ രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഫീസാണ് നമ്മുടെ HROCSന്റെ. മാത്രമല്ല ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്ന HROCS ഗ്ലോബൽ ട്രസ്റ്റും കൂടി എല്ലാ മാസവും നടത്തി വരുന്ന ഈ കിറ്റ് വിതരണം അതിമനോഹരമായി തന്നെ ചെയ്തു വരുന്നുള്ള യാതൊരു തർക്കവുമില്ലാതെ പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഏക ലക്ഷ്യം. മാത്രമല്ല താഴെ തട്ടിൽ കിടക്കുന്ന വീടില്ലാതെ സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾക്ക് 2026 ഏതാണ്ടും കുറച്ച് തോന്നെ ആളുകൾക്ക് ഇത് ഇരിപ്പിടം കൊടുക്കാൻ വേണ്ടിയും HROCS ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്തായാലും അത് വിപുലമായ ഒരു വലിയ പരിപാടിയായിട്ട് തന്നെ അത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ നാഷണൽ മോൾ കൊണ്ട് ഈ കമ്മിറ്റി നിലവിൽ നിൽക്കുന്നിടത്തോളം കാലം അതിമഹത്തായ രീതിയിൽ തന്നെ നമ്മളെ ഈ സേവനം നിലനിന്ന് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മെഡിസിൻ കിറ്റുകളും അതുപോലെ രോഗികളെ ഒരുപാട് പാവപ്പെട്ട നിഷ്കളങ്കമായ രോഗികൾ ഇവിടെ വന്ന് ഒരുപാട് അപേക്ഷകൾ തരുന്നുണ്ട്. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്തു വരുന്നു. HROCS എന്ന മഹത്തായ സംഘടന വളർന്ന് പന്തളിക്കട്ടെ. നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ചേലക്കര മേഖലയിലും അതുപോലെ ജനസേവനങ്ങളും ചെയ്തു വരുന്നു. എല്ലാ ആളുകൾക്കും എല്ലാ 28 സ്റ്റേറ്റുകളിലും നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം ചെയ്തുകൊണ്ട് ഈ സ്ഥാപനം വളർന്ന് പന്തളിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വന്ന HROCSന്റെ മുഴുവൻ കുടുംബാംഗങ്ങൾക്കും 1000 അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തൽക്കാലം നിങ്ങൾ വിട പറയുന്നു. നന്ദി, നമസ്കാരം. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ നാസർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഹമീദ് KTO സ്വാഗതം ആശംസിച്ചു. ഹലോ, നമസ്കാരം. HROCS ഇന്റർനാഷണൽ ചെയർമാൻ മുസ്തഫ സാറിന് ഞാൻ അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് 2015 തുടങ്ങി വെച്ച ഹ്യൂമൻ റൈറ്റ്സ് എന്ന ഈ ഇന്റർനാഷണൽ ചെയർമാൻ മുസ്തഫ സാറിൻ്റെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റ് ഇന്ന് ഇന്ത്യയിലൊട്ടുക്കെ പല സംസ്ഥാനങ്ങളിലും ഇന്ന് കിറ്റ് കൊടുത്തു വരികയാണ്. ഇന്ന് നമ്മളിവിടെ ചേലക്കരയിൽ 500 പേർക്ക് കിറ്റ് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ എല്ലാ മാസവും എല്ലാ ജില്ലകളിലും നമ്മൾ കൊടുത്തു വരുന്നുണ്ട് ഈ കിറ്റുകൾ എന്ന് ഞാൻ പ്രത്യേകം അറിയിച്ചുകൊണ്ട് എൻ്റെ മുസ്തഫ സാർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ. തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് വത്സല സുലൈമാൻ, കാളിയാറോഡ്,
ഓഫീസ് സെക്രട്ടറി നീനുമോൾ, സ്റ്റാഫ് അൻവർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഡോക്ടർ നസീമ മുസ്തഫ നന്ദി രേഖപ്പെടുത്തി. ഡോക്ടർ മുസ്തഫ സാറിനെ എല്ലാവരും ഇവിടെ വിലയിരുത്തിക്കൊണ്ട് കാണുന്നുണ്ട് ചേലക്കര മേഖലയിൽ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കോയമ്പത്തൂർ പോയി ഇതിൻ്റെ ഒരു കാര്യങ്ങൾ അവിടെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. അതേമാതിരി ഇവിടെ നടത്തണം എന്നുള്ളൊരാഗ്രഹം കൊണ്ട് നടക്കുന്നു. എല്ലാവരും എന്ത് കാര്യങ്ങളും ഒപ്പം കഴിയുന്ന സഹായങ്ങൾ എല്ലാവരും ചെയ്തുകൊണ്ട് മുസ്തഫ സാറിൻ്റെ പിന്നാലെ എല്ലാവരും കൂടി നിന്നിട്ട് ഒരൊറ്റ രംഗത്ത് നിൽക്കുക. അത്ര പറയോളം. CCV ന്യൂസ് ചേലക്കര.